അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ്സിലെ ആദാബ് തിലാവത്തിൽ ഖുർആൻ പാരായണത്തിന്റെ മര്യാദകൾ എന്ന പാഠഭാഗമാണ് നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാം എല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്നവരും കേൾക്കാൻ ഇഷ്ടമുള്ളവരുമാണല്ലോ. നമ്മിൽ എത്ര പേർ മര്യാദകൾ പാലിച്ച് ഖുർആൻ ഓതാറും കേൾക്കാറുമുണ്ട്? ഖുർആൻ ഓതുന്നവനും കേൾക്കുന്നവനും പാലിക്കേണ്ട ധാരാളം മര്യാദകളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഖുർആൻ ഓതുന്നവന്റെ ശരീരവും വസ്ത്രവും ഓതുന്ന സ്ഥലവും ശുദ്ധിയുള്ളതായിരിക്കുക. പിന്നെ കിബിലയിലേക്ക് തിരിയുക, നമ്മള് കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം. പിന്നെ തല മറക്കണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തല മറക്കണം. സുഗന്ധം ഉപയോഗിക്കുക, സുഗന്ധം അത് ഉപയോഗിക്കുക. പിന്നെ മിസ്വാക്ക് ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യുക. ഔദും ബിസ്മിയും കൊണ്ട് തുടങ്ങുക. പിന്നെ തൗബ സൂറത്തിൽ ബിസ്മി ഓതരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും താഴ്മയോടെയും ഭയഭക്തിയോടെയും പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത താഴ്മയോടെയും ഭയഭക്തിയോടെയും വേണം ഖുർആൻ പാരായണം ചെയ്യാൻ. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. മനോഹരമായ ശബ്ദത്തിലും ശൈലിയിലും പാരായണം ചെയ്യുക. അപ്പോ മനോഹരമായ ശബ്ദത്തിലൊക്കെ അത് ഈണത്തിൽ ഒക്കെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കണം. കാര്യങ്ങളൊക്കെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെന്താ പറയുന്നത്? സജദയുടെ ആയത്തുകൾ ഓതിയാൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക. സജദയുടെ ആയത്തുകൾ ഖുർആനിലെ 14 സ്ഥലങ്ങളിൽ സജദയുടെ ആയത്തുണ്ട്. അത് 15 സ്ഥലങ്ങളിലുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അപ്പൊ അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. 14 എന്ന സ്ഥലങ്ങളുണ്ട്, 15 എന്ന് വന്നതുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആ 14 സ്ഥലങ്ങളിൽ ആ ആയത്ത് ഓതിയാലേ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യാൻ സാധ്യമായില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലണം. പിന്നെ ഇനി ഓത്ത് കേൾക്കുന്നവർ പാലിക്കേണ്ട ചില മര്യാദകൾ. ശ്രദ്ധയോടെ കേൾക്കുക. അർത്ഥം ചിന്തിച്ച് അതിലുള്ള ഉപദേശങ്ങൾ ശ്രവിക്കുക. സജദയുടെ ആയത്തുകൾ കേട്ടാൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക. ഓതുന്നവന്റെ സാന്നിധ്യത്തിൽ വെച്ച് തമാശ, ചിരി, അന്യ സംസാരം പോലുള്ളവ ഒഴിവാക്കുക. നമ്മൾ ഓത്ത് കേൾക്കുമ്പോൾ പാലിക്കേണ്ട ശ്രദ്ധയോടെ കേൾക്കണം. അർത്ഥം ചിന്തിച്ച് അതിന്റെ ഉപദേശങ്ങൾ ശ്രവിക്കണം. പിന്നെ സജദയുടെ ആയത്ത് കേട്ടാല് അവരും തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം. പിന്നെ ഓതുന്നവന്റെ സാന്നിധ്യത്തിൽ വെച്ച് തമാശ, ചിരി, അന്യ സംസാരം പോലുള്ളവ ഒഴിവാക്കണം. ഇതൊക്കെ ഓത്ത് കേൾക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കതിന്റെ തദ്രിബാത്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പതിവായി പാലിക്കുന്ന 5 മര്യാദകൾ എഴുതാനാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യില്ലേ? അപ്പൊ നമ്മൾ പതിവായി പാലിക്കുന്ന 5 മര്യാദകൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും? മിസ്വാക്ക് ചെയ്യൂലേ? പിന്നെ ഔദു ബിസ്മി കൊണ്ട് തുടങ്ങും. കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കും. തല മറയ്ക്കും. സുഗന്ധം ഉപയോഗിക്കും. ഈ 5 മര്യാദകൾ നമുക്ക് അവിടെയൊക്കെ എഴുതാം. പിന്നെ ഖുർആൻ ഓതുന്നതിന്റെ ശരീരവും വസ്ത്രവും ഓതുന്ന സ്ഥലമൊക്കെ ശുദ്ധി നമുക്ക് എന്തും അവിടെ എഴുതി 5 എണ്ണം പൂർത്തിയാക്കി കൊടുക്കാം. അപ്പോൾ അവിടെ പാഠഭാഗത്ത് നോക്കിയിട്ട് എല്ലാവരും തെറ്റില്ലാതെ വൃത്തിയിൽ എഴുതുക. ഇനി അടുത്ത ശരിയും തെറ്റും രേഖപ്പെടുത്താനാണ്. ഒന്നാമത് വന്നത് എന്താണ്? ഭക്തിയോടെ പാരായണം ചെയ്യുക. അത് ശരിയാണോ? ഖുർആൻ ഭക്തിയോടെ പാരായണം ചെയ്യണം അല്ലേ? അത് ശരിയായി ഇടാം. ഇനി രണ്ടാമത്തത് തൗബ സൂറത്ത് ഓതുമ്പോൾ ഔദ് ഒഴിവാക്കുക. പാടുണ്ടോ? ഔദാണ് വേണ്ടത് അല്ലേ? ഔദ് ഒഴിവാക്കുക എന്നത് അവിടെ തെറ്റാണ്. ഇനി തിലാവത്തിന്റെ സുജൂദിന് സൗകര്യം ലഭിക്കാത്തവൻ
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറയുക. ഈ ദിക്ർ എന്താണ്? 4 തവണ പറയണം. ആര്? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തിലാവത്തിന്റെ സുജൂദിന്റെ ഭാഗങ്ങളുണ്ട്. ഖുർആനിലെ 14 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദിന്റെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സുജൂദ് ചെയ്യാൻ സൗകര്യം ലഭിക്കാത്തവനാണെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറയുക. നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കത് അവിടെ ശരി ഇട്ട് കൊടുക്കാം. അത് ശരിയാണ്. ഇനി അടുത്ത 4-മത്തത് തൗബ സൂറത്തിൽ ബിസ്മി ഓതുക. അത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തൗബ സൂറത്തിലെ ഔദു ആണ് ഓതേണ്ടത്, ബിസ്മി ഒഴിവാക്കണം. അപ്പം അത് തെറ്റിടാം. അടുത്ത ഇനി ഓത്ത് കേൾക്കുന്നവർ അശ്രദ്ധനായിരിക്കണം. ഒരാൾ ഓതുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ശ്രദ്ധയോടെ കേൾക്കണം. അത് ശ്രദ്ധയോടെയാണ് കേൾക്കേണ്ടത്. അപ്പോൾ ഇവിടെ അശ്രദ്ധനായിരിക്കുക എന്നത് തെറ്റിടാം. ഇനിയോ ഖുർആൻ ക്ലാസ്സിൽ തമാശ ചിരി ഒഴിവാക്കുക. അത് ശരിയാണ്. നമ്മൾ ഖുർആൻ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോഴും ഖുർആൻ ഒരാൾ ഓതുമ്പോഴും ഒക്കെ എന്താണ് ചെയ്യേണ്ടത്? തമാശയായിട്ടുള്ള കളികളും ചിരികളൊക്കെ ഒഴിവാക്കണം. അപ്പം അത് ശരിയാണ്. അടുത്തതോ അശുദ്ധിയോടെ ഖുർആൻ ഓതുക. പാടുണ്ടോ? ഇല്ല. അപ്പം അത് തെറ്റാണ്. അശുദ്ധിയോടെ ഖുർആൻ ഓതാൻ പാടില്ല. അപ്പം അത് തെറ്റിടാം. ഇനി അടുത്ത വർക്ക് എന്താണ്? നിങ്ങളുടെ ക്ലാസ്സിൽ ഖുർആൻ പഠിക്കുമ്പോൾ പാലിക്കുന്ന 5 മര്യാദകൾ നിരീക്ഷിച്ചെഴുതാനാണ്. അതായത് നിങ്ങളെ ക്ലാസ്സിൽ ഖുർആൻ പഠിക്കൂലേ നിങ്ങൾ? അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നത് അവിടെ നിരീക്ഷിച്ചിട്ട് ആ 5 കാര്യങ്ങൾ അവിടെ എഴുതണം. നമുക്ക് നിരീക്ഷിച്ചാലോ? നമ്മളെ ക്ലാസ്സിൽ ഉസ്താദ് ഖുർആന് ഓതി തരുന്നുണ്ട്. അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കാം. എന്താണ്? കുട്ടികൾ ശ്രദ്ധയോടെ കേൾക്കുന്നു അല്ലേ? അപ്പം നമുക്ക് 1-മത്തത് ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നത് എഴുതാം. ഇനിയാ ക്ലാസ്സിൽ എല്ലാവരും കിബിലയിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അടുത്തത് നമുക്ക് അച്ചടക്കത്തോടെ എല്ലാവരും ഇരുന്ന് ഖുർആൻ ഓതുന്നു. അച്ചടക്കത്തോടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഖുർആൻ ഓതുന്നത്. പിന്നെന്താ എഴുതാം? ഖുർആൻ ഉയരമുള്ള സ്ഥലത്താണ് വെച്ചത്. ഖുർആൻ ഉയരമുള്ള സ്ഥലത്താണ് വെച്ചത്. ഒന്നത് എഴുതാം. പിന്നെ ഖുർആൻ ഓതി കഴിഞ്ഞപ്പോൾ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുന്നു. ഖുർആൻ ഓതി കഴിഞ്ഞപ്പോൾ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുന്നു. പിന്നെ ഓത്ത് അവസാനിപ്പിച്ചപ്പോൾ ഖുർആൻ ബുക്കുകൾക്ക് മുകളിലായിട്ട് വെക്കുന്നു. ഓത്ത് അവസാനിപ്പിച്ചപ്പോൾ ഖുർആൻ ബുക്കുകൾക്ക് മുകളിലായിട്ട് വെക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മദ്രസയിൽ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ പാലിക്കുന്ന കാര്യങ്ങളാണല്ലേ? അപ്പം നമുക്കതൊക്കെ എഴുതാം. ഇനി ഈ പാഠത്തുനിന്ന് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിരവധി അദബുകൾ നമുക്ക് ഈ പാഠത്തുനിന്ന് മനസ്സിലായി അല്ലേ? പിന്നെ അതിൽ ഒന്നാണ് എന്ത്? സജദയുടെ ആയത്തുകൾ ഓതിയാൽ സുജൂദ് ചെയ്യണം, തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ചോദ്യം വരും, സജദയുടെ ആയത്തുകൾ ഓതിയാൽ എന്ത് ചെയ്യണം? എന്താണ്? തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം. ഇനി ബിസ്മി ഓതാത്ത സൂറത്തേത്? ബിസ്മി ഓതാത്ത സൂറത്ത് ഏതാണ്? തൗബ സൂറത്ത്. തൗബ സൂറത്തിൽ ബിസ്മി ഓതുകയില്ല. ഔദ് മാത്രം ഓതുന്ന സൂറത്ത് ഏത്? അങ്ങനെയും ചോദ്യം വരും. അപ്പോൾ അത് എന്താണ്? തൗബ സൂറത്താണ്. പിന്നെ സുജൂദ് ചെയ്യാൻ സാധിക്കാത്തവൻ എന്ത് ചൊല്ലണം? അവിടെ നമ്മൾ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലണം. അപ്പോൾ ഇതൊക്കെ പാഠഭാഗത്ത് നിന്ന് എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.